അലീനയെ തന്റെ മുറിയിലേക്ക് വിളിച്ച് സംസാരിച്ച് വിട്ടയച്ച ശേഷം ബാലചന്ദ്ര മേനോൻ എല്ലാവരോടുമായി ഒരു കാര്യം പറയുന്നു. ഇന്നു മുതൽ അലീനയെ ശത്രുവായി കാണുന്ന എല്ലാവരും തന്നെ തന്റെയും ശത്രുവായിരിക്കുമെന്ന്. ഇവിടെ നിന്ന് പോകാൻ നിൽക്കുന്ന അലീനയുടെ മനുശങ്കർ ഒന്ന് പറയുന്നു, അങ്കിളിന് ആന്റിയുടെ കൂടെ കഴിയാനായിട്ട് താല്പര്യമില്ല. അതുതന്നെ അലീനയ്ക്ക് ഇനി ഇവിടുന്ന് പോകാനായിട്ട് രക്ഷയില്ല. ഇനി ഇവിടെ നിന്ന് പറഞ്ഞു വിടാനായിട്ട് മനുശങ്കറിനോടും വൈജി ആവശ്യപ്പെടുമ്പോൾ ആന്റി ഇങ്ങനെ പ്രശ്നമുണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. ആന്റി അങ്കിളിനോട് ഇണങ്ങി നിന്ന തീരാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഈ സമയം മുത്തശ്ശിയും മനുശങ്കറിനോടായി പറയുന്നുണ്ട്, വൈജി എന്നത് നീറിന്റെ ജന്മമാണ്, അവൾ കടിച്ചു ചാകും. അലീനയെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടു പോകണം എന്ന രീതിയിൽ വൈജ മനുശങ്കറിനോടായി പറയുന്നു. അതിനുശേഷം മനുശങ്കറിന്റെ നേർക്ക് തട്ടിക്കയറുന്നുമുണ്ട്. വൈജ ഒന്നുകൂടി മനുശങ്കറിനോട് പറയുന്നുണ്ട്, നീ എന്റെ വീട്ടിൽ നിന്നുകൊണ്ടാണ് ഇങ്ങനെ എനിക്കെതിരെ സംസാരിക്കുന്നത്. കേൾക്കുന്ന മനുശങ്കർ അമ്മാതിരി ഡയലോഗൊന്നും മനുശങ്കറിന്റെ അടുത്ത് ഇറക്കണ്ട. അങ്ങനെ എല്ലാവരുമായി സംസാരിച്ച ശേഷം അലീന വീട്ടിൽ തന്നെ നിൽക്കാനായിട്ട് തീരുമാനിക്കുന്നു. ഈ വിവരം ബാലചന്ദ്രനെ ചെന്ന് അറിയിക്കുന്നു. ഇത് കേൾക്കുന്ന ബാലൻ, യുദ്ധത്തിന് വരും പലരും എൻ്റെ അടുത്ത്, അപ്പോൾ എൻ്റെ കൂടെ തന്നെ നിന്നേക്കണം.